ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ മനു. നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ പറയുക, നമ്മുടെ RRB SSC പോലത്തെ പരീക്ഷകൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഇതിന് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. നോക്കട്ടെ, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ടോപ്പിക് എന്ന് പറയുന്നത് വെറും സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമല്ല, ഒപ്പം തന്നെ പ്രോബബിലിറ്റി എന്ന ടോപ്പിക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. സോ നമ്മുടെ ആദ്യത്തെ ചോദ്യം നോക്കി. ആദ്യത്തെ ചോദ്യം എന്താണ്? എ ഡൈ ഈസ് റോൾഡ് ട്വൈസ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ സം ഈക്വൽ ടു 9? അതായത് ഒരു ഡൈ നമ്മൾ 2 പ്രാവശ്യം റോൾ ചെയ്തു, അപ്പോൾ നമുക്ക് സമ്മ് 9 കിട്ടുന്നതിനുള്ള പ്രോബബിലിറ്റി അഥവാ സാധ്യതയാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് സമ്മ് 9 കിട്ടാനുള്ള സാധ്യത എന്തൊക്കെയാണ്. സമ്മ് 9 കിട്ടുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് സാധ്യത ഉള്ളത്? 4, 5. അതായത് ഫസ്റ്റ് ത്രോയില് 4ഉം രണ്ടാമത്തെ ത്രോയില് 5ഉം വരാം. പിന്നെ റിപ്പീറ്റും വരാം. അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്നാൽ 5, 4ഉം വരാം. പിന്നെ 3, 6, 6, 3. ഇത്രയും സാധ്യതകളിലേ ഉള്ളൂ. സം 9 എന്ന് പറയുമ്പോൾ മൊത്തം ഒരു ഡൈ 2 തവണ റോൾ ചെയ്യുമ്പോൾ മൊത്തം സാധ്യതകൾ എത്രയാണ്? 36 എണ്ണമാണ്. 1, 1 തൊട്ട് 6, 6 വരെ 36 സാധ്യതകളുണ്ട്. അതിൽ വെറും 4 ഇടത്ത് മാത്രമേ എന്ത് വരുള്ളൂ? നമുക്ക് സമ്മ് അഥവാ തുക 9 വരികയുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം പ്രോബബിലിറ്റി എന്ത് എഴുതും? 4/36 എന്ന് വരും. ഇത് എന്തിനോട് ഈക്വൽ ആണ്? 1/9 ഈക്വൽ ആണ്. അപ്പൊ നോക്കാം 1/9 എന്ന് പറയുമ്പോൾ ഏത് ഓപ്ഷൻ വരിക? ഓപ്ഷൻ വരിക ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി എന്താണ്? 1/9 ആണ്. ഈ 1/9 ആണ്. അതാണ് ആൻസർ കേട്ടോ. വളരെ ഈസി ക്വസ്റ്റൻ ആയിരുന്നു അല്ലേ? അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റൻ ആണ് പൊതുവെ ചോദിക്കാറ് പ്രോബബിലിറ്റി എന്ന ടോപ്പിക്സിൽ നിന്നും. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റൻ നോക്കാം ഇനി. അടുത്ത ചോദ്യം ഇതാണ്. ഈ പ്രോബബിലിറ്റിയിൽ എന്താണ് മെയിൻ ആയിട്ട് ചോദിക്കുന്ന 3 കാര്യങ്ങൾ എന്താ ഉള്ളത്? കോയിൻ ഉണ്ട്, കാർഡ്സ് ഉണ്ട്, ഡൈസ് ഉണ്ട്. അപ്പൊ നമുക്ക് കാർഡ്സിന്റെ ക്വസ്റ്റൻ നോക്കാം. എന്താണ് കാർഡ്സിന്റെ ക്വസ്റ്റൻ നോക്കിയേ. One card is randomly drawn from a 52 pack of 52 cards. What is the probability that the card drawn is a face card? Jack, Queen or King എന്ന് പറയുന്നത് എന്താണ്? 52 കാർഡുകളുള്ള ഒരു കെറ്റിൽ നിന്നും ഒരു കാർഡ് എടുത്തു. ആ കാർഡ് ഫേസ് കാർഡ് ആകാനുള്ള പോസിബിലിറ്റി ആണ്. ഫേസ് കാർഡ് മീൻസ് എന്താണ്? മുഖമുള്ള കാർഡുകൾ. എന്തൊക്കെയാണ്? മെയിനായിട്ട് മുഖമുള്ള കാർഡുകൾ 3 ഉള്ളത്. കിങ്, ക്വീൻ, ജാക്ക്. രാജാവ്, റാണി, ജാക്ക്. അപ്പോ ഈ കാർഡുകളിൽ ഒന്നാവണം എന്ത്? നമ്മൾ എടുത്ത കാർഡ് അങ്ങനെ വരാനുള്ള സാധ്യതയാണ് ഇത് ചോദിച്ചേക്കുന്നത്, നമുക്കവിടെ ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കിയാൽ ആൻസർ എന്താണ്? നമുക്കറിയാം ഒരു കാർഡ് സിസ്റ്റത്തിൽ ഒരു പാക്ക് കാർഡിൽ എന്തുണ്ട്? നമുക്ക് 4 ചിഹ്നങ്ങളുണ്ട്. ഓരോ ചിഹ്നത്തിലും 13 കാർഡുകൾ വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഓരോ ചിഹ്നത്തിലും 3 ഫേസ് കാർഡുകളും ഉണ്ട്. അതായത് സ്പെയ്ഡിൽ 3 സ്പേസ് കാർഡ് ഉണ്ട്, ക്ലബ്സിൽ 3 സ്പേസ് കാർഡ് ഉണ്ട്, ഹാർട്ടിൽ 3 ഫേസ് കാർഡ്സ് ഉണ്ട്, ഒപ്പം തന്നെ ഡയമണ്ടിലും ഉണ്ട് 3 ഫേസ് കാർഡ്സ്. അങ്ങനെയാണെങ്കിൽ മൊത്തം എത്ര ഫേസ് കാർഡ്സ് ആയി? മൊത്തം 12 ഫേസ് കാർഡുകളായി അല്ലെ? മൊത്തം 12 ഫേസ് കാർഡുകളായി. ഇതിൽ നിന്നും ഈ 12 ഫേസ് കാർഡുകളിൽ ഒന്നാണ് നമ്മൾ എടുക്കേണ്ടത്. മൊത്തം കാർഡുകൾ എത്രയാണ്? 52 ആണ്. അപ്പോൾ പോസിബിലിറ്റി എന്ന് പറയുന്നത് 12/52 ആണ്. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 12/52 ആണ്. ഇത് കട്ട് ചെയ്ത് കളയുമ്പോൾ 12 എന്ന് പറയുന്നത് 3/4 ആണ്. 52 എന്ന് പറയുന്നത് 13/4 ആണ്. അപ്പോൾ കട്ട് ചെയ്ത് കളയുമ്പോൾ എന്ത് വരും? 3/13 എന്ന് വരും. 3/13 എന്ന് വരും. അപ്പൊ ഏതാ ആൻസർ വരിക? ആൻസർ വരിക ഓപ്ഷൻ സി ആണ്. 3/13 ആണ്. വളരെ ഈസി ക്വസ്റ്റ്യൻ അല്ലേ? ഫേസ് കാർഡ് എന്താണെന്ന് അറിയാവുന്ന ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ എഴുതാം അല്ലെ? അത്യാവശ്യം ഈ കാർഡുകളെ പറ്റിയുള്ള കാര്യങ്ങളും ഒപ്പം തന്നെ കോയിനും ഡൈസും തമ്മിലുള്ള കാര്യങ്ങളും ഒക്കെ അറിഞ്ഞിരിക്കുക ഇത്തരം ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി എന്താ പറയുന്നത്? ഒരു ക്ലാസ്സിൽ 15 ബോയ്സും 10 ഗേൾസും ഉണ്ട്. ഓക്കെ, അതിൽ നിന്ന് റാൻഡം ആയിട്ട് 3 പേരെ എടുക്കണം. 3 പേരെ തിരഞ്ഞെടുത്ത് ഗ്രൂപ്പ് ഉണ്ടാക്കാനായിരിക്കാം. അപ്പോൾ ആ 3 പേര് എന്താണ്? ഒരു ഗേളും 2 ബോയ്സും ആകാനുള്ള പ്രോബബിലിറ്റി ആണ് ചോദിച്ചേക്കുന്നത്. ഒരു ഗേളും 2 ബോയ്സും ആകാനുള്ള പ്രോബബിലിറ്റി ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോ നമുക്കറിയാം കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, കുറച്ച് ചിന്തിക്കാനൊക്കെ ഉണ്ട് അല്ലെ? പക്ഷെ വളരെ ഈസിയാണ്, അറിയാവുന്നവർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ നോക്കിയാലോ? നമ്മൾ ആൻസർ നോക്കിയാണ് എന്താണ് പറയുന്നത്? ഫസ്റ്റ് 15 ബോയ്സും 10 ഗേൾസ് എന്ന് പറയുമ്പോൾ എത്ര പേരുണ്ട്? മൊത്തം 25 പിള്ളേരുണ്ട്. 25 പിള്ളേരിൽ നിന്ന് 3 പേരെ എത്ര ടൈം തിരഞ്ഞെടുക്കാം എന്ന് നോക്കാം ഫസ്റ്റ്. അപ്പൊ എന്താ വരിക? 25C3 ആണ് വരിക. 25C3യുടെ വില എന്താണ്? 25 × 24 × 23/3 ഫാക്ടോറിയൽ അഥവാ 6.
കട്ട് ചെയ്ത് കളയുക. ഇവിടെ 4 വരും. ആൻസർ എന്ത് വരും? 2300 വരും. മൊത്തം 2300 ടൈപ്പ് എത്ര പേര് തിരഞ്ഞെടുക്കാം? പിള്ളേരെ തിരഞ്ഞെടുക്കാം. മൊത്തം 2300 ടൈപ്പ് പിള്ളേരെ തിരഞ്ഞെടുക്കാം. നമുക്ക് ആവശ്യമുള്ള തിരഞ്ഞെടുപ്പ് എത്രയാന്ന് നോക്കിയാൽ പറയാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് നോക്കാം. നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? ഈ 15 ബോയ്സിൽ നിന്നും 2 ബോയ്സിനെയും 10 ഗേൾസിൽ നിന്നും 1 ഗേളിനെയും തിരഞ്ഞെടുക്കണം. അപ്പോൾ മൊത്തം പോസിബിലിറ്റീസ് എന്താ വരിക? 15C2 ഇൻറ്റു 10C1 എന്ന് വരും. എന്തുകൊണ്ട് ഇൻറ്റു എഴുതിയത്? നമുക്ക് 2 ബോയിയെയും വേണം, 1 ഗേളിനെയും വേണം. ഏതെങ്കിലും ഒന്ന് മതിയെങ്കിൽ എന്താണ്? ഇടയ്ക്ക് പ്ലസ് വരും. ഓർ വന്നാൽ പ്ലസ് വരും, ആൻഡ് വന്നാൽ മൾട്ടിപ്ലിക്കേഷൻ വരും. ഇവിടെ നോക്കിയേ, ക്വസ്റ്റ്യനിൽ ആൻഡ് ആണുള്ളത്. അപ്പോൾ ആൻഡ് ഉള്ള കാര്യം നമുക്ക് എന്താണ് ഇടയിൽ മൾട്ടിപ്ലിക്കേഷൻ എഴുതേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് കണ്ടിന്യൂ ചെയ്യുമ്പോൾ എന്താ വരിക? 15C2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 15 ഇൻറ്റു 14 ബൈ 1 ഇൻറ്റു 2 എന്ന് വരും, ഇൻറ്റു 10 എന്ന് വരും. ക്ലിയർ ആണല്ലോ? ഈ 2ഉം 14ഉം കട്ടായി, ഇവിടെ 7 വന്നു. അപ്പോ എന്താ ആൻസർ വരും? 1050 എന്ന് നമുക്ക് കിട്ടും. 1050 എന്ന് നമുക്ക് കിട്ടും. 1050 എന്ന് കിട്ടും അല്ലെ? 1050 എന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് പ്രോബബിലിറ്റി എഴുതാം. പ്രോബബിലിറ്റി എന്ത് വരും നോക്കാം. നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? 1050 ആണ് നമുക്ക് ആവശ്യമുള്ളത്. ബൈ എത്രയാണ്? 2300 ആണ് നമുക്ക് കിട്ടിയത് അല്ലെ? ഇത് കട്ട് ചെയ്ത് കളയുക. അപ്പൊ എന്ത് വരും? 105/230 എന്ന് വരും. 105/230 എന്ന് വരും. രണ്ടിനെ നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്ത് വരും? 105 എന്തായി മാറും? 21 മാറും. 230 എന്തായി മാറും? 46 മാറും. നോക്കാം. 21/46 ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഏതാണ് ഓപ്ഷൻ? സി ആണ്. ഓപ്ഷൻ സി ഉണ്ട്. എന്താണ്? 21/46. ക്ലിയർ ആണല്ലോ? വളരെ ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ അറിഞ്ഞിരിക്കണം കുറച്ച് കാര്യങ്ങൾ. എന്താണ്? ആൻഡ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആണെന്നും ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ ആൾക്കാർ തിരഞ്ഞെടുക്കുമ്പോൾ കോമ്പിനേഷൻ എന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യണമെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹമാണ് എന്ത്? ഒരു കേന്ദ്ര സർക്കാർ ജോലി കിട്ടുക. അപ്പോൾ ഒരു കേന്ദ്ര സർക്കാർ ജോലി കിട്ടാനുള്ള വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എന്ത്? ഗ്രൂപ്പ് ഡി, റെയിൽവേ RRB ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. സോ RRB ഗ്രൂപ്പ് ഡിക്ക് അപ്ലൈ ചെയ്ത ഒരുപാട് പേരുണ്ട്. നമുക്കറിയാവുന്ന ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിൽ പഠിച്ചു തുടങ്ങാത്ത ആൾക്കാരും ഒരുപാട് പേരുണ്ട് ഇല്ലേ? അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്ക് വേണ്ടി ഒരു സുവർണ അവസരമാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഓഫർ ചെയ്യുന്നത്. സോ RRB ഗ്രൂപ്പ് ഡിയുടെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ബാച്ചിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഈ നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പോൾ മെയിൻ ആയിട്ട് എന്തൊക്കെ നിങ്ങൾ ഓഫർ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ മെന്റർഷിപ്പും മറ്റ് ലൈവ് ക്ലാസ്സുകളും ഒപ്പം തന്നെ ഡെയിലി വർക്കൗട്ട് പോലത്തെ അസൈൻമെന്റ്സ് എല്ലാം നിങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നിച്ച് പഠിക്കാം. നമുക്ക് ഒരു റെയിൽവേ ജോലി എന്തായാലും നേടിയെടുക്കാം. ഒരു കേന്ദ്ര സർക്കാർ ജോലി, അത് റെയിൽവേ തന്നെയാണെങ്കിൽ ഏറ്റവും സുഖമായി അല്ലേ? അപ്പോൾ ഈ കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ചേരുവാനുമായി ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം നോക്കി എന്താണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് എ പ്രൈം നമ്പർ ഫ്രം 1 to 3 up to 10? 1 തൊട്ട് 10 വരെയുള്ള സംഖ്യകളിൽ നിന്നും ഒരു പ്രൈം നമ്പറിനെ തിരഞ്ഞെടുക്കാനുള്ള പ്രോബബിലിറ്റി ആണ് ചോദിച്ചേക്കുന്നത്. സോ 1 തൊട്ട് 10 വരെയുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ് നോക്കാം. 2 ഒരു പ്രൈം നമ്പർ ആണ്. പിന്നെ ഏതാണ്? 3, 5, 7. ആകെ 4 പ്രൈം നമ്പറുകളേ ഉള്ളൂ അല്ലെ? ആകെ 4 പ്രൈം നമ്പറുകളേ ഉള്ളൂ 1 തൊട്ട് 10 വരെ ഉള്ളവയിൽ. ഒപ്പം ഇതിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിച്ചാൽ മതിയില്ലേ? മൊത്തം 4 പ്രൈം നമ്പർ, മൊത്തം നമ്പറുകളുടെ എണ്ണം 10. സിംപ്ലിഫൈ എന്ത് വരും? 2/5 വരും അല്ലേ? 2/5 വരും. വളരെ ഈസി ക്വസ്റ്റ്യൻ അല്ലേ? 2/5 ആണ് ആൻസർ വരിക. ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ എ ആണ്. കണ്ടോ? ഓപ്ഷൻ എ ആണ്. 2/5 ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ വളരെ ഈസി ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. നോക്കിയേ, എന്താണ് ക്വസ്റ്റ്യൻ വന്നേ? എ ബാഗ് കണ്ടെയ്ൻ 4 black, 5 yellow and 6 green balls. 3 balls are drawn randomly from the bag. What is the probability that all of them are yellow? അതായത് ഒരു ബാഗിൽ എന്തുണ്ട്? 4 ബ്ലാക്ക് ബോൾ ഉണ്ട്, 5 യെല്ലോ ബോൾ ഉണ്ട്, 6 ഗ്രീൻ ബോൾ ഉണ്ട്. ഇവയിൽ നിന്നും 3 ബോളുകൾ നമ്മൾ എടുക്കാണ് കേട്ടോ. 3 ബോളുകൾ എടുക്കാണ്. ഈ 3ഉം എന്താകണം? യെല്ലോ ആകാനുള്ള പ്രോബബിലിറ്റി ആണ് ചോദിച്ചേക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഈ 3ഉം യെല്ലോ ആകാനുള്ള പ്രോബബിലിറ്റി ആണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് എന്ത് ചെയ്യാം? നമുക്ക് ടോട്ടൽ എത്ര ചാൻസ് ഉണ്ട് നോക്കാം. അതായത് ടോട്ടൽ ഈ ബാഗിൽ നിന്നും 3 ബോളുകൾ എടുക്കാനുള്ള സാധ്യത എത്ര ടൈപ്പ് ഉണ്ടെന്ന് നോക്കാം. മൊത്തം എത്ര ബോളുകളുണ്ട്? 15 ബോളുകളുണ്ട്. 4 ഗ്രീൻ, 5 യെല്ലോ, 4 ബ്ലാക്ക്, 5 യെല്ലോ,
6 ഗ്രീൻ. അങ്ങനെ 15 ബോളുകൾ നമുക്ക് മൊത്തമുണ്ട്. ഈ 15 ബോളുകളിൽ നിന്ന് എത്ര എടുക്കണം? 3 ബോളുകൾ എടുക്കണം അല്ലെ? ഈ 15 ബോളുകളിൽ നിന്നും 3 ബോളുകൾ തിരഞ്ഞെടുക്കണം. ആൻസർ എന്ത് വരും നോക്കിയേ. 15 × 14 × 13 ബൈ 1 × 2 × 3 വരും. അപ്പോൾ 2ഉം 14ഉം കട്ടായി ഇവിടെ 7 വന്നു, 3ഉം 15ഉം കട്ടായി ഇവിടെ 5 വന്നു. ബാക്കി എന്തുണ്ട്? 35 × 13 ഉണ്ട്. 35 × 13 എത്ര വരും? 35 × 13 എന്ത് വരും? 455 വരും. 455 വരും. മൊത്തം പോസിബിലിറ്റീസ് എത്രയാപ്പോ? 455 ആണ് അല്ലേ? മൊത്തം പോസിബിലിറ്റീസ് 455 ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം? നമുക്കിനി എല്ലാ ബോളും യെല്ലോ ആയാലുള്ള പോസിബിലിറ്റീസ് നോക്കാം. എല്ലാ ബോളും യെല്ലോ മീൻസ് എന്താണ്? ആകെ 5 യെല്ലോ ബോളേ ഉള്ളൂ. അതിൽ നിന്ന് എത്ര എടുക്കണം? നമുക്ക് 3 ബോളുകൾ എടുക്കണം. അപ്പോൾ പോസിബിലിറ്റീസ് എന്താണ്? 5C3 ആണ്. 5C3 മീൻസ് എത്രയാണ്? 5 × 4 / 1 × 2 ആണ്. കട്ട് ചെയ്ത് കളയുമ്പോൾ എന്ത് വരും? 10 വരും. എത്ര വരും? 10 വരും. അപ്പോൾ മൊത്തം പോസിബിലിറ്റീസ് എന്താണ്? 10/455 വരും. രണ്ടിലും എന്ത് കോമൺ ആണ്? 5 കോമൺ ആണ്. 5 കോമൺ എടുക്കുമ്പോൾ എന്ത് വരും? 10 2ആയി മാറും. 455 91ആയി മാറും. അപ്പോ 2/91 ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ അല്ലേ? ഓപ്ഷൻ എ ആണ് എന്ത്? 2/91 ആണ് നമ്മുടെ ആൻസർ. വളരെ ഈസി ക്വസ്റ്റ്യൻ അല്ലേ? സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് പൊതുവെ നമ്മൾ എവിടെ ചോദിക്കാറ്? നമ്മുടെ RRB SSC പോലത്തെ ക്വസ്റ്റ്യൻസിൽ പ്രോബബിലിറ്റി എന്ന ടോപ്പിക്സിൽ നിന്ന് ചോദിക്കാറ്. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എന്ത്? പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക്